രണ്ട് സൈഡും തളർന്ന ആളാണ് ഈ നടക്കുന്നത്, അതും വളരെ കുറച്ച് ദിവസം കൊണ്ട്. സൂപ്പർ ആണ്, ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മരുന്ന് ഉണ്ടാക്കുന്നതാണ്. അതായത് സാധാരണ വിരലിനെ തൊടത്തുള്ളൂ, തറയെ തുടർന്ന് നോക്കിയേ വരുമല്ലോ. എനിക്ക് അധികം നേരം ഇരിക്കാനോ നിൽക്കാനോ അല്ലെങ്കിൽ കുനിയാനോ ഒന്നും പറ്റില്ല. മീൻസ് കുഴിച്ചിടാൻ വേണ്ടി സ്ഥലം മേടിച്ചതാ, സെമിത്തേരിയൊക്കെ അറേഞ്ച് ചെയ്തു. ഇത് കണ്ടോ, ദേ അദ്ദേഹത്തിന് അമേരിക്കയില് അടക്കാനുള്ള കുഴി വാങ്ങിച്ചതാ. ഇരിക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. ആണോ, ഒന്ന് കുഞ്ഞു കാണിച്ചേ. ഒരു പ്രശ്നമില്ല. നമസ്കാരം. നമ്മളിപ്പം മാവേലിക്കരയാണ്, ഇവിടെ ആയുർവേദ ഹോസ്പിറ്റലാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ, രണ്ടാമത്തെ വീഡിയോ കാണാം. ശരിക്കും ഇവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളെ നേരിട്ട് വിളിച്ചതാണ്. ഈ കിടക്കുന്ന ആൾക്കാർ നമ്മൾ ഇന്ന് കാണണമെന്നും മാത്രമല്ല കുറെ ആൾക്കാർക്ക് പ്രയോജനപ്പെട്ടത്. ഈ വന്നിരിക്കുന്നവരെല്ലാം ഇതുപോലെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് പ്രയോജനമായിട്ട് പോകുന്നവരും പിന്നെ വരുന്നവരും പുതുതായിട്ട് വരുന്നവരുമാണ് ഈ ഇരിക്കുന്നവരെല്ലാം. ഡോക്ടറെ നമുക്കൊന്ന് കാണുകയും ചെയ്യാം. നമസ്തേ ഡോക്ടറെ. നമസ്കാരം. ശരിക്കും ഞങ്ങൾ കുറെ വീഡിയോസ് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു മോശം അഭിപ്രായം കിട്ടാത്ത ഒരു ഡോക്ടറാണിത്. ആ വീഡിയോയ്ക്ക് ശേഷം നമുക്ക് ഇവിടെ ഒത്തിരി മാറ്റങ്ങളുണ്ട്, ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഉപകാരപ്പെട്ട ആൾക്കാർ ഒത്തിരി പേര് വിളിക്കാറുണ്ട്, നമ്മളെ നന്നായിട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ പോയിട്ട് മാറി, ഒരു കുഴപ്പമില്ല, വലിയൊരു അംഗീകാരമാണ് അത്. തീർച്ചയായിട്ടും ഇനിയിപ്പോ ഈ വരുന്ന ഇവിടെ നിന്ന് ആൾക്കാരെന്ന് പറയാം ഒന്ന് കാണണം, വരണം, ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. ഒരു പേഷ്യന്റ് വിളിച്ചിട്ടുണ്ട് പറഞ്ഞു. ഒന്നല്ല രണ്ടുമൂന്ന് പേര് വിളിച്ചോ. അപ്പൊ നമുക്ക് അവിടെ എല്ലാവരും കാണാം, ഉറപ്പായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഡോക്ടറുടെ വീട്. ഇവിടാണ് നമ്മളെ കാണാനും നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇവിടുത്തെ അനുഭവം പറയാനായിട്ട് വിളിച്ച അവരെയൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ചികിത്സ എന്താണെന്ന് അറിയോ? മുട്ടുവേദന, പിടലി വേദന, നടുവേദന, കൈകാൽ കഴപ്പ്, പെരുപ്പ് എല്ലാത്തിനും ഉണ്ട്. കൂടാതെ പൈൽസ്, അതുപോലെ തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതിന്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഡോക്ടറെ? നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഈ പറഞ്ഞ സാധനങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അതിലാണ് നമ്മൾ കൂടുതൽ സ്പെഷ്യലൈസേഷൻ. ശരിക്കും ആൾക്കാരുടെ അഭിപ്രായം ഭയങ്കരമാണ് കേട്ടാ. ഇപ്പൊ തന്നെ വിളിച്ചിട്ടല്ലേ നമുക്ക് കാണാം. ഇവിടെ ചെന്നൈ കാണണം എന്ന് പറഞ്ഞ അങ്ങോട്ട് വിളിച്ച ആള്, നമ്മളെ വിളിച്ച ആളാണ് നമ്മളെ കാണാൻ വേണ്ടി. നമസ്കാരം. ഈ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി ഡോക്ടർ മറ്റേ പറഞ്ഞു ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞു. ശീലാസ് ഒരു സന്തോഷം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തായിരുന്നു നിങ്ങളെന്താ അവിടെ നിക്കണേ, അങ്ങോട്ട് പോവാ, എന്നെ നടത്തിച്ചു. അവരെ മറ്റേ ഡോക്ടറെ വെച്ചുള്ളതാണ്. എവിടെ സ്ഥലം എവിടാ? അമേരിക്കയില്. അപ്പം നാട്ടില് ചാലക്കുടി. പേര് ഇദ്ദേഹത്തിന്? എന്റെ പേര് സാൽവി. അമേരിക്കയിൽ പോയിട്ട് എത്ര വർഷമായി? ഒരു 30 വർഷമായി. 30 വർഷമായി. അപ്പൊ എന്ത് പ്രശ്നമായിട്ട് അവിടെ വന്നു? എനിക്ക് ക്ലബ്സിയിലെ ബാക്ടീരിയ ഒരു ഇൻഫെക്ഷൻ വന്നു. അങ്ങനെ തളർന്ന് കിടന്നു ഞാൻ അവിടെ അവര് പറഞ്ഞു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തതാണ്. അപ്പൊ ഞാൻ വെന്റിലേറ്ററിലൊക്കെ കിടന്നതാണ്. എനിക്ക് എന്നെ അടക്കം ചെയ്യാൻ വേണ്ടി സ്ഥലം മേടിച്ചു നിന്ന്, മീൻസ് കുഴിച്ചിടാൻ വേണ്ടി സ്ഥലം മേടിച്ചതാ. സെമിത്തേരിയൊക്കെ അറേഞ്ച് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ ദൈവത്തിന്റെ ഓരോ ഇതാണ്. നമ്മുടെ ഈ സെമിത്തേരി വരെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി മരിക്കുമെന്ന് ഉറപ്പ് വന്ന ഒരാളാണ് അമേരിക്കയിൽ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയിട്ട് നിങ്ങളുടെ വ്ലോഗ് കണ്ടിട്ട് അപ്പൊ വേറെ ഒരാൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഈ ഡോക്ടർ ഒരു ചെറിയ ചുള്ളൻ ആളാണ്, നമുക്ക് പെട്ടെന്ന് പരിചയമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്കാരൻ എന്നിട്ട് കാട്ടി കൂട്ടാന്ന് വിചാരിച്ചു. അത് നമ്മൾ അത്ര സീരിയസ്. പിന്നെ ഇവരൊക്കെ എന്നെ കൈകൂപ്പലൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കോ, എനിക്ക് പറ്റിയ റൂമിൽ മൃതസഞ്ജീവനി ഒന്നും രക്ഷയില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു 20 ദിവസം ട്രീറ്റ്മെന്റ് തന്നെ നടത്തിയിട്ട് പോയി. എന്നെ അവരാ നടത്തിച്ചത്. എന്തായാലും നടക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റിക്കൊക്കെ മാറ്റി വെച്ചേക്കുക. ഡോക്ടർ പറഞ്ഞിട്ട് ഇനി സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കൊല്ലും ഡോക്ടർ. അല്ല എന്നെ നടത്തി തരാമെന്നാ പറഞ്ഞാണ് ഡോക്ടർ. നടത്തി തന്നില്ലേ ഞാൻ ഡോക്ടറെ ഓടിപ്പിക്കും, തൃശ്ശൂർ വരെ ഓടിപ്പിക്കുന്നു പറഞ്ഞു. ഡോക്ടർ വേഗം മറ്റേ എന്നെ നടത്തിക്കാനുള്ള പരിപാടിയാ. രണ്ട് സൈഡും തളർന്ന ആളാണ് ഈ നടക്കുന്നത്, അതും വളരെ കുറച്ച് ദിവസം കൊണ്ട്. അത്
എന്റെ കൈയൊക്കെ ഒടിഞ്ഞതാണ് വീണിട്ട് ബാലൻസ് ഇല്ലാണ്ട് അങ്ങനെ ബാലൻസ് ഇല്ലാതെ വീണിട്ടുണ്ട്. സർജറി ചെയ്തു. അതുകൊണ്ട് ഈ കൈ മാത്രം കുറച്ച് മാക്സിമം എല്ലാം എല്ലാരും വന്നു. അവിടെ ഒക്കെ പോയി ഇവിടെയും ഞാൻ കൊറേ ഇത് ചെയ്തു. പിന്നെ ഈ കുട്ടമ്പേര് ഇത്ര വലിയ ഫേമസ് ഒന്നും അറിയില്ല. കുട്ടമ്പേര് അന്നൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്. കുട്ടമ്പേരൂര് വന്നു കഴിഞ്ഞപ്പോ ഈ പുലി ഇവിടെ ഉണ്ടെന്ന് അറിയോ? ചെറിയ നേരത്തെ വർത്താനം ഇങ്ങനെ അല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്പീച്ചൊക്കെ പോയതാണ്. 3 സ്പീച്ച് തെറാപ്പിസ്റ്റുകളുണ്ടായിരുന്നു. അവരെന്നെ അവോയ്ഡ് ചെയ്തു. സംസാരിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളി. സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞതാ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് സംസാരിക്കുകയും ചെയ്തത്. ഇപ്പൊ നടക്കുന്നു, സംസാരിക്കുന്നു. നീ അടുത്തടുത്ത അത്ഭുതങ്ങൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കും. വാ 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 വാ. ഇനിയാണ് ഡോക്ടറെ ഞാൻ ശരിയാക്കാൻ പോണത്. ഡോക്ടർ ഇപ്പൊ പേടിച്ചു തുടങ്ങി. ഇപ്പൊ നടത്തണ്ടെന്നാണ് ആള് പറയണ. മെയിനായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്നവരെല്ലാം ഇവിടുത്തെ ഈ ഒരു വീട്ടിൽ അംഗമാണ്. അപ്പൊ എന്തും തമാശയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചാ വന്നേ. ഒരു ഹോസ്പിറ്റലല്ല ഇത്. ഉണ്ടായിട്ടുണ്ടോ? ഒരു ഫീലിംഗ് ഇല്ല. എല്ലാവരും ഫ്രണ്ട്ലി മാനർ. സോ ഐ ആം ഹാപ്പി ഓവർ ഹിയർ. ഇത് കണ്ടോ, ദേ അദ്ദേഹത്തിന് അമേരിക്കയിൽ അടക്കാനുള്ള കുഴി വാങ്ങിച്ചതാ. അത് വെറുതെ പറഞ്ഞതല്ല, കറക്റ്റായിട്ട് പറഞ്ഞ ആ ആളാണ് ഇപ്പൊ നമ്മളിങ്ങോട്ട് നടന്നു വന്ന് വളരെ സൂപ്പറായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഡോക്ടർ എന്തായിരുന്നു ഇദ്ദേഹത്തിന്? നമ്മളെ സ്ട്രോക്ക് വന്നതിന്റെ സ്ട്രോക്കും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ബാധിച്ച് തളർന്നു പോയതിന്റെ ബുദ്ധിമുട്ടുകളും ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എല്ലാം ഇവിടെ ആയുർവേദ ബേസിലാണ്, അല്ലാതെ പ്രത്യേകം ഒന്നുമില്ല. പിന്നെ എല്ലാം നമ്മൾ ദൈവം തമ്പുരാൻ ഇങ്ങനെയൊക്കെ ഒരാൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. അതെ, ആദ്യമൊക്കെ വരുമ്പോൾ സംസാരം നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതായത് 6 മാസത്തിന് മുന്നേ ഒന്ന് ട്രീറ്റ്മെന്റ് എടുത്തു. ആ സമയത്ത് ഇങ്ങനെ ഒരു സൈഡിൽ നീങ്ങിയായിരുന്നു സംസാരിച്ചിരുന്നൊക്കെ. ഇപ്പൊ നന്നായിട്ട്. ഇനി വേറെ ഒന്നും പറയാനില്ല. രണ്ടാമത്തെ വീഡിയോ ചെയ്ത എന്താന്ന് ചോദിച്ചാൽ ഇതൊക്കെ കൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുണ്ട് എന്ന് പറഞ്ഞാൽ തെറാപ്പിസ്റ്റുകളാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ അറിയാൻ പറ്റും ഇവരൊക്കെ എങ്ങനെയാണ് പരിചരിച്ചെന്നുള്ളത്. പേരെന്തുവായിരുന്നു? ഹരികുമാരേട്ടൻ. എത്ര വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്? 21 വർഷമായി. 21 വർഷമായിട്ട് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ കൂടെ വന്നിട്ട് 10 വർഷമായി. അപ്പൊ ഇദ്ദേഹം ഇതേപോലുള്ള കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അല്ലയോ? ഞാൻ കുറെ ആൾ റഷ്യയിലായിരുന്നു. റഷ്യയിലായിരുന്നു. അവിടെ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആൾക്കാരെ. ചേട്ടന്റെ പേര്? അനീഷ്. പിന്നെ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഇപ്പൊ 12 വർഷമായി. സ്ഥലം? വൈക്കം. ഇവിടെ വന്നിട്ട് ഒരു 4 മാസമായിട്ടുള്ളൂ. 4 മാസമായിട്ടുള്ളൂ. വെളിയിലായിരുന്നു, ദുബായിലായിരുന്നു. ഇവിടെ വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. നമസ്കാരം. പേര്? രാജൻകുട്ടി ഫ്രം USA. എന്തായിട്ടാ സാർ വന്നത്? ഞാൻ ഡയബറ്റിക് ആയിട്ട് അനേക വർഷങ്ങളായി, 40 വർഷത്തോളമായി. 40 വർഷമായി. അതെ. അപ്പം നമുക്ക് ഡയബറ്റിക് കൺട്രോൾ ആണ്. പക്ഷെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയ പ്രശ്നം വെച്ചാൽ ഡയബറ്റിക് ന്യൂറോപ്പതി. നമ്മുടെ കാലും എക്സ്ട്രിമിറ്റീസ് തണുക്കുക. അപ്പൊ അവിടെ അവര് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ഗാബാപെന്റിൻ ടാബ്ലറ്റ്സ് 300 milligram ടോയ്സൈഡ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള റിക്കവറി ഒന്നുമില്ല. ഇവിടെ വന്നപ്പോ നമുക്കൊരു വ്യത്യാസം പോലെ തോന്നുന്നു. അതായത് ആദ്യത്തെ 4-5 ദിവസം അവർ മസാജ് ചെയ്തു. അപ്പം ഡോക്ടർ ഒന്ന് റൗണ്ട് ചെയ്യും ഒരു ടീമായിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ കാര്യമായിട്ട് പറയാനില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു മെഡിക്കേറ്റഡ് റാപ്പ് കാലെ ചുറ്റാന്ന് പറഞ്ഞു. അത് ചെയ്തതോടുകൂടി കാര്യങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങി. ഇപ്പോൾ ഗെറ്റിംഗ് ബെറ്റർ. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലേക്കുള്ള സർക്കുലേഷൻ, ഡയബറ്റീസ് വന്നിട്ട് നമ്മുടെ നെർവ്സിന് ചെറിയ ക്ഷീണം സംഭവിക്കുക. അപ്പൊ നമ്മുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിലൂടെ ആ നെർവ്സിന് റീജുവനേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് വേഷ്ടനം എന്നൊക്കെ പറഞ്ഞ ചികിത്സ, നമ്മളിവിടെ ഉണ്ടാക്കുന്ന പ്രത്യേക മരുന്നുകളുണ്ട്. വേഷ്ടനം, ബാക്കി കാര്യം, അങ്ങനെ ഒരു ചികിത്സാ രീതിയാണ് അച്ഛന്. മെയിനായിട്ട് നമ്മൾ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അത് കാണാം. നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ നേഴ്സായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ടീം വർക്ക് കണ്ടിട്ട് വളരെ സന്തോഷം. എല്ലാം നീറ്റ് ആൻഡ് ടൈഡി, ഹൈജീൻ, എവറിത്തിങ് ഇസ് ഓക്കെ ഹിയർ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വന്നു കഴിഞ്ഞാൽ സ്വന്തം വീടിനും അപ്പുറം. നമസ്കാരം സാറേ, പേര്? എന്റെ പേര് ഇബ്രാഹിം. സ്ഥലം? ഞങ്ങള് UK വന്നതാണ്. നീരറ്റുപുറത്താണ് വീട്. സാറ് വരാൻ കാര്യം എന്തോ? ഇങ്ങനെ സന്തോഷിന്റെ ബ്ലോഗ് കണ്ടാണ്, ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാൻ ഡോക്ടറെ വിളിക്കുന്നത്. അവിടെ നിന്നുണ്ട് വന്നു കഴിഞ്ഞിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഉടനെ ടിക്കറ്റ് എടുത്ത് ഞാനും എന്റെ മോളുണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെയുണ്ട്. 2 പേർക്കും ട്രീറ്റ്മെന്റ്. എന്തായിട്ട് സാർ വന്നത്? എനിക്ക് റൂമറ്റോയിഡ് ഉണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ശരീരമൊക്കെ വേദനയാണ്. ബോണൊക്കെ ഭയങ്കര വേദന, എല്ലൊക്കെ ഭയങ്കര വേദന, നീര് വെക്കുന്നതൊക്കെ. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ
ദേഹമൊക്കെ നീര് വെക്കും. നീര് വെക്കും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആഹാരം എൻ്റെ 9 കിലോ വെയിറ്റ് കുറഞ്ഞു. ഓ ഓ. ഇവിടെ വന്നു കഴിഞ്ഞപ്പം വെജിറ്റേറിയനാണ്, പക്ഷേ അവിടെ കഴിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ആഹാരം ഇപ്പൊ ഇവിടെ കഴിക്കുന്നുണ്ട്. വേദന കുറഞ്ഞു. ഇപ്പൊ 5 ദിവസം ആയതേ ഉള്ളൂ. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഡോക്ടറെ, എന്തായിട്ടാണ് ഇദ്ദേഹത്തിന് പറഞ്ഞല്ലോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സാമവാദം എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയും. അപ്പൊ അതിനകത്ത് എണ്ണ തൊടാൻ പറ്റില്ല ആ ചികിത്സയ്ക്ക് ആയുർവേദത്തിൽ. അപ്പൊ നമ്മൾ കഷായധാരകള്, പിന്നെ ഇന്റേണൽ മെഡിക്കേഷൻസ്, പിന്നെ അവർക്ക് ഭക്ഷണപഥ്യം നോക്കണം. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടിയാൽ മാത്രമേ അസുഖത്തിന് ശമനം വരൂ. ഇപ്പം എല്ലാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ചികിത്സിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് ഇപ്പൊ പറയുന്ന ഡിപ്പെൻസ് ഓൺ. ഇപ്പോൾ സ്റ്റീറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിന്റെ അളവ് ടേപ്പർ ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് ശാന്തി കൊടുക്കാൻ പറ്റും. അപ്പം ഡിപ്പെൻസ് ഓൺ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മുടെ. അദ്ദേഹം ആണെങ്കിലും വലുതായിട്ട് സ്റ്റീറോയിഡ്സ് എടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്നേ ആയുർവേദത്തിൽ നല്ല ചികിത്സ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ 5 ദിവസമായപ്പോൾ എനിക്ക് തോന്നുന്നൊരു 30 to 40% ഒക്കെ റിലീഫ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമസ്തേ അമ്മ. പേര് ശൈല. എവിടെ സ്ഥലം? തിരുവനന്തപുരം. അമ്മ എന്തായിട്ടാ ഇവിടെ വന്നേ? ഞാൻ കാലിന് നടക്കുമ്പോൾ ഒരു കാലിന് വലത് കാലിന് വലിച്ചിട്ട് പോലത്തെ വേദന. അത് വെളിയിൽ നടക്കുമ്പോഴേ ഉള്ളൂ. വീട്ടിനകത്ത് നടക്കുമ്പോൾ കുഴപ്പമില്ല. കുറച്ച് വെളിയിലേക്ക് നടന്നു കഴിയുമ്പോൾ വലിച്ചിട്ട് പോലത്തെ വേദന വന്ന് ആ വേദന സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ ഹെവിനെസ് ഉണ്ടായിരുന്നു, അത് നീർക്കെട്ടായിരുന്നു. അത് തിരുമ്മി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ റെഡിയായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് കുറെ എനിക്ക് നടക്കാൻ വിത്തൗട്ട് സപ്പോർട്ടിൽ തന്നെ നടക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്റെ മോനാണ്. മറ്റേ മോനെ പറയുന്നത്. ഞാൻ ഡോക്ടറൊന്നും പറയില്ല. അമ്മ നേഴ്സായിരുന്നു. ഞാൻ നേഴ്സായിരുന്നു. ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളിയിലായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മരുന്ന് ഉണ്ടാക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം. ഡോക്ടറെ, എല്ലാ മരുന്നുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെ. എന്റെ ചികിത്സയുടെ നെടുന്തൂണെന്ന് പറയുന്നത് നമ്മുടെ മരുന്നല്ലേ. ഈ മരുന്ന് തിരിച്ചറിഞ്ഞുണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്ത് മരുന്നല്ല അത് ചേർത്തിട്ടുണ്ടെന്ന്. അതിന്റെ ഒറിജിനാലിറ്റി എല്ലാം എപ്പോഴും അതേപോലെ നമ്മൾ മരുന്ന് ഉണ്ടാക്കത്തുള്ളൂ. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൊടുവേലി, അതൊരു 30 കിലോ എടുത്താൽ നമുക്ക് 3 കിലോയാ ശുദ്ധി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. 3 കിലോയാ. അത് നമുക്ക് അത്രയും വിശ്വാസത്തോടെ. അപ്പൊ അതൊരു 1 കിലോയ്ക്ക് 375 രൂപ 400 രൂപ മാർക്കറ്റിൽ വിലയാ. ഓരോ സാധനങ്ങളും നമ്മൾ അങ്ങനെ ചേർത്താ ഇവിടെ മരുന്നുണ്ടാക്കുന്നത്. ഇതിപ്പോ ആണെങ്കിൽ ചുമയ്ക്കും ശ്വാസം മുട്ടലിനും ഒക്കെ ആയിട്ടുള്ള ഒരു താമ്പൂല രസായനം എന്ന് പറഞ്ഞിട്ട് നമ്മുടേതായിട്ട് വെറ്റില നീരിലുണ്ടാകുന്നതാ ഒരു മരുന്നാ. ഇദ്ദേഹമാണ് നമ്മുടെ കഷായപ്പരയുടെ മെയിൻ ആള്. ഇവർ രണ്ടുപേരുമാണ്. പേര് എന്റെ പേര് പ്രസാദ്. എത്ര വർഷമായി? 33 വർഷമായി. 33 വർഷം കൊണ്ട് നമ്മുടെ ഈ മരുന്നുകളെല്ലാം റെഡി വർക്ക് മാത്രം ആണ്. അതുകൊണ്ട് ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുന്നത്. എപ്പോഴും വയസ്സ് 55 കഴിഞ്ഞു. അപ്പൊ ഇപ്പോഴും ചെറുപ്പമാ. അതാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നതിന്റെ ഇതാണ്. ചേട്ടന്റെ പേര്? അശോകൻ. എത്ര വർഷമായി? ഞാൻ 5 മാസമായിട്ട് ഇവിടെ കയറിയിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ സഹായിയായിട്ടുള്ള കൂടെ ഉണ്ട്. നമസ്കാരം. പേര് മനോജ്. സ്ഥലം? ചങ്ങനാശ്ശേരി മാടപ്പള്ളി. ഇത് എന്തുമായിട്ടാ വന്നത്? ഞാൻ കാലിന് വേദന വന്നിട്ട് ഈ നടുവിന് പ്രശ്നം, ഡിസ്കിന്റെ പ്രശ്നം, അങ്ങനെ പല പല പ്രശ്നമായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും ഇപ്പം നല്ല രീതിയിൽ മാറി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നേരത്തെ നടക്കാനും ഒക്കെ പ്രശ്നമുണ്ട്. നടക്കാൻ മേലായിരുന്നു, കുനിയാൻ പറ്റത്തില്ലായിരുന്നു, ഇരിക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. ഒരു പ്രശ്നമില്ല. ഈ കാണിക്കുന്നവരെല്ലാം വെറുതെ അല്ല, കൃത്യമായിട്ട് നേരത്തെ ചെയ്യാൻ പറ്റാത്തവരായി കാണിക്കുന്നതൊക്കെ. ഡോക്ടർ എങ്ങനെയുണ്ട്? ഡോക്ടർ എല്ലാം ഗംഭീരം. ഇദ്ദേഹം പറയുന്നത്, എല്ലാരും പറയുന്നത് ഡോക്ടറെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നുള്ളതാ, സ്നേഹം കൊണ്ട്. നമസ്കാരം. പേര്? Hi, I'm Lydia Abraham. സ്ഥലം എവിടായിരുന്നു? UK. അപ്പൊ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്നുള്ളത്. എന്തായിട്ടാ വന്നത്? Lower back pain. പെയിനായിട്ട് വന്നതാ. എങ്ങനെയുണ്ട് ഇപ്പം? 6 years ആയിട്ട് എനിക്ക് ഇഷ്യൂ ഉണ്ട്. ഇപ്പോ ഇവിടെ വന്നപ്പോൾ അതിന് മുന്നേ ഇപ്പം ഞാൻ 4 months ഓൾറെഡി സിക്ക് ലീവാണ്. അപ്പം ഞാൻ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് തിരിച്ച് ജോലിക്ക് പോകണം. സോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാ. എനിക്ക് അധികം നേരം ഇരിക്കാനോ നിൽക്കാനോ അല്ലെങ്കിൽ കുനിയാനോ ഒന്നും പറ്റില്ല. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഐ എം പോസിറ്റീവ്. ലൈക്ക് ഞാൻ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു ലൈക്ക് പോസിറ്റീവായിട്ട് ഇത് ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ് മാറുമെന്ന്. നമ്മുടെ തുടക്കം തൊട്ട് എല്ലാവരും പറഞ്ഞ വാക്കുകളാണ് ഇവരെ കുറിച്ച്. ഇവരാണ് ഈ ഹോസ്പിറ്റലിലെല്ലാം നെടുന്തൂണുകൾ. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഓരോരുത്തരുടെയും കഴിവുകളാണ് ഈ ഇവിടുന്ന് വന്ന് പോകുന്നവരുടെ എല്ലാവരുടെയും റിസൾട്ട്. നമസ്കാരം. പേര്? പാറമ്മ. സ്ഥലം?
നെടുങ്ങുന്നു. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തുമായിട്ടാ വന്നേ? നടുവേദനയായിട്ട് വന്നു. നടുവേദനയായിട്ട് വന്നേ. അപ്പൊ നടുവിന് ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നോ? ഡിസ്കിന് അകൽച്ചയായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തതാ, പലയിടത്തും പോയി ചെയ്തതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാല് വേദനയില്ല, ഒന്നുമില്ല. ഇല്ല. നടക്കുന്നതിനും ഓടുന്നതിനും ഒന്നും ഒരു പ്രശ്നം. ഞാൻ എല്ലാ പണി ഇപ്പൊ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തേ. നമ്മൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകളായിരുന്നു മെയിനായിട്ട് ചേച്ചിക്ക് ചെയ്തത്. അതില് വസ്തി ചികിത്സകളും ബാക്കി നോർമൽ പഞ്ചകർമ്മ ചികിത്സയാണ് ചെയ്തത്. 14 ദിവസം ഇവിടെ കിടന്നു. നേരത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ബെൽറ്റ് ഇടണമായിരുന്നു. ബെൽറ്റ് ഇട്ടിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ബെൽറ്റ് ഇടുന്നില്ല. ഞാൻ ഇപ്പം നെടുങ്കുന്നത്തുനിന്ന് ഇവിടം വരെ സ്കൂട്ടറിനാണ് വന്നത്. ഇപ്പൊ കുനിയാനും വരാനും ഒക്കെ ഒരു കുഴപ്പമില്ല. ഒന്ന് നോക്കി. അതായതുണ്ടോ, സാധാരണ വിരലിനെ തൊടത്തുള്ളൂ, തറയെ തൊടുന്നത് നോക്കിയേ. വരുമല്ലോ, വേറെ താഴെ തൊട്ടത്. സാധാരണ വിരളിൽ തൊടാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാ. നമസ്കാരം, പേര്? ഹന്ന. സ്ഥലം? തിരല്ല. ഇവിടെ വന്നേ? നടുവേദനയായിട്ട്. നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എത്ര നാൾ മുമ്പ്? എത്ര വർഷം? ഒരു 4-5 വർഷമായിട്ട് ഉണ്ടായിരുന്നു. പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് പോയിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ ആണ്. ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആണ്. എല്ലാം ചെയ്യുന്നു. അപ്പൊ നേരത്തെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? നടക്കത്തില്ലായിരുന്നു. കാലിനൊരു വലിച്ചിലായിട്ട് നടക്കാൻ പാടായിരുന്നു, ഇരിക്കാൻ പാടായിരുന്നു. കുറെ നാള് ഇരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരുന്നു. കൈക്കെല്ലാം വേദനയായിരുന്നു. പോലും പോകാൻ പാടായിരുന്നു. എങ്ങനെ? പഠിക്കാൻ പോകാൻ പോലും പാടായിരുന്നു. ക്ലാസ്സിലിരിക്കാൻ പോലും. ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കാനും പാടായിരുന്നു. ഇപ്പൊ എല്ലാ എക്സാം എഴുതി എല്ലാം ഓക്കെ. ഇപ്പൊ ഓടാനും ചാടാനും ഒന്നും ഒരു പ്രശ്നമില്ല. ഇല്ല. എല്ലാം അത്രയ്ക്ക് മാറ്റം ഉണ്ടായി. എത്ര ദിവസം ഇവിടെ കിടന്ന്? 14 ദിവസം കൊണ്ട് ഈ ഒരു മാറ്റം നല്ലതായിട്ടുണ്ട്, അല്ലയോ? ശരിക്കും ആ വരുന്ന ഒരു വിഷമം അതിന്റെ ഇരട്ടി സന്തോഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്, അല്ലയോ? ഭയങ്കരമായിട്ട്. മോളെ, ഇത് എന്റെ അമ്മ. അമ്മേ, പിന്നെ എങ്ങനെ ഇവിടെ വന്നത്? വീഡിയോ കണ്ടു, ഡോക്ടറിന്റെ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടു. നമ്മുടെ ഡയൽ കെയറിലെ വീഡിയോ കണ്ടിട്ടാണ്, അല്ലയോ? അതിനകത്ത് കണ്ടപ്പോൾ മോക്ക് വയ്യായിരുന്നു. അപ്പൊ ഞാൻ മോളെ വിളിച്ചു, ഞാൻ ഈ ഒരു സംഭവം ഉണ്ട്, നമുക്ക് പോയി കാണാം. അപ്പൊ ഡോക്ടറെ കണ്ടു. ആദ്യം 2 ആഴ്ച ഡോക്ടറെ കണ്ടു. അതിനുശേഷം ഡോക്ടർ ഇവിടെ കാണുന്ന ട്രീറ്റ്മെന്റ് ചെയ്യണം ചെയ്തു. എല്ലാം ഓക്കെ ആയി. എന്റെ കുഞ്ഞ് ക്ലാസ് ശരിക്കും പോയിരുന്നിട്ടില്ല. 10ാം ക്ലാസ്സൊക്കെ ശരിക്കും വീട്ടിൽ കടന്ന് റെസ്റ്റ് എടുത്ത് ചെയ്തു. പക്ഷെ ഇപ്പം ഓക്കെ ആയി. പരീക്ഷ എല്ലാം എഴുതുന്നുണ്ട്. ക്ലാസ്സിന് ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നു. വെള്ളിയാഴ്ച തിരിച്ചു വരും, തന്നെത്താൻ പോകും. എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നമില്ല. ബസ് വന്ന് ഓട്ടോയിൽ കയറി ഈസി ആയിട്ട് വന്നു, ഒരു കുഴപ്പമില്ല. അത് നടക്കത്തില്ല, അവര് കാലിങ്ങനെ വലിച്ച് എപ്പോഴും എന്റെ കൈ പിടിക്കും. ഇങ്ങനെ നടന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അല്ലാതെ നേരെ നടക്കാൻ പാടായിരുന്നു. ഇരിക്കത്തില്ല, ഒരു വെയിറ്റ് പോലും എടുക്കില്ല. ഞാൻ എല്ലാം ചെയ്തോണ്ടിരുന്നു. ഇത്ര വയസ്സായെങ്കിലും എല്ലാ കാര്യം ചെയ്യാം. പക്ഷേ ഇപ്പൊ എല്ലാം അവള് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നു. ഹോസ്റ്റലിൽ ചെയ്യുന്നു, തുണി അലക്കുന്നു, എല്ലാം ചെയ്യണം. അത്യാവശ്യം നമ്മുടെയൊക്കെ വീഡിയോ കൊണ്ട് ഇതേപോലെ പലർക്കും അറിയത്തില്ല ഏതൊക്കെ ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ പോകണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ 2ാമത്തെ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇവരെല്ലാം പറയുന്ന അഭിപ്രായം അത്ര ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ മാറിയിട്ടുള്ളവരാണെന്ന് പറയുന്നത്. സർജറി പറഞ്ഞതാ ഒരു 4 വർഷം കഴിഞ്ഞ് മെച്ചുവർ ആയിട്ടില്ല, വയസ്സായിട്ടില്ല. അപ്പൊ സർജറി ചെയ്യാൻ നമുക്ക് ചെറുപ്രായത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. 3-4 വർഷം കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ഓക്കെ ആക്കി വിടാം, സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഞങ്ങൾ അതിന് പോയില്ല. വെച്ചാൽ സർജറി ചെയ്താൽ പിന്നെ മുമ്പോട്ട് ജീവിതത്തിൽ അറിയാം. അതിപ്പം ഇത് കണ്ടപ്പോൾ ഞങ്ങളോട് ഇങ്ങോട്ട് സർജറി ഇല്ലാതെ എന്നോട് എല്ലാം ഒരു 14 ദിവസം കൊണ്ട് സർജറി ഇല്ലാതെ മാറിയ കേസായി നിൽക്കുന്നത്. ഇവിടെയാണ് പാചകം. ഇവിടെ പാചകം ചെയ്തല്ലോ. ഇവിടുന്ന് തന്നെ ഏറ്റവും നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ തന്നെ ആണ് പാചകം ചെയ്ത് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുക്കുന്നത്. അമ്മമാരൊക്കെ തന്നെയാണ് ഇവിടെ തന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിന്റെ പ്രധാന ആളെ കാണാം. വാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞങ്ങൾ അന്ന് വന്ന് നല്ല രീതിയിൽ ആഹാരം കഴിച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇവിടുന്ന് ആഹാരം ഉണ്ട്. ഇന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ ഞങ്ങള്. ഇതൊക്കെ നമ്മളിപ്പോ ഈ വീഡിയോ എല്ലാം കണ്ടു. ശരിക്കും ആദ്യം വന്നതിനെക്കാട്ടി അസാധ്യ അഭിപ്രായങ്ങളാണ് 2ാമത് നമുക്ക് കിട്ടിയത്. അവർക്കൊക്കെ അസുഖം മാറിയിട്ടാണ് അവർ ഈ സന്തോഷത്തോടെ പറയുന്നത്. ഇതൊക്കെ ഇവിടെ വരേണ്ട വഴി നമ്മളിപ്പോ 2 രീതിയിൽ വരാം. കായംകുളത്തു നിന്നാണെങ്കിലും തിരുവല്ലയിൽ വന്നിട്ടാണെങ്കിലും ബസ്സിൽ കയറിയിട്ട് പുത്തുവിളപ്പടി അല്ലെ നവോദയ ജംഗ്ഷൻ, മാവേലിക്കര നവോദയ ജംഗ്ഷൻ അല്ലെങ്കിൽ പുത്തുവിളപ്പടി, മാന്നാർ പുത്തുവിളപ്പടി, കുട്ടമ്പേരിയിൽ നിന്ന് മൊത്തം അറിയപ്പെടും. അവിടെ വന്നിട്ട് ഓട്ടോക്കാരോട് പറഞ്ഞാൽ 1 കിലോമീറ്റർ അകത്തേക്ക് വരണം. അല്ലെങ്കിൽ വാട്സാപ്പിൽ ലൊക്കേഷൻ പ്ലേസ് എന്ന് പറഞ്ഞ ഒരു ഹായ് ഇട്ടാല് നമ്മൾ അതിനകത്തേക്ക് ലൊക്കേഷൻ അയച്ചു. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേര് ശ്രീ വൈദ്യനാഥപുരം. അപ്പൊ ഇവിടെ എത്തുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിരുന്നു നമ്പറിന്റെ പ്രശ്നമായിട്ട്. നമ്മുടെ ഈ വീഡിയോയിൽ നമ്പറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിക്കുക. ഡോക്ടറെ വിളിച്ച് അഭിപ്രായം പറയുന്ന ഒത്തിരി ആൾക്കാർ കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. 1-2 പ്രാവശ്യം വിളിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഡോക്ടറെ ഇവിടെ വന്ന തിരക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പം നേരെ ഇങ്ങനെ എത്തിയാൽ ബുക്കിംഗ് ഉണ്ട്. ബുക്കിംഗ് അതാവുമ്പോൾ വലിയ തിരക്കില്ലാതെ പോകാൻ പറ്റും. ഈ തലേ ദിവസം ഒന്ന് വിളിച്ച് പറഞ്ഞാൽ സമയം തരും. ആ സമയത്തിനനുസരിച്ച് വന്നാൽ മതി. അപ്പൊ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ.